ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായി ദൈവസന്നിധിയിൽ ഒന്നായിരിക്കുവാനും ഒന്നിച്ചാരാധിക്കുവാനും ദൈവം നൽകിയ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. For the marvelous opportunity the Lord has granted us before the end of this year to be in the presence of God and worship the Lord in the Spirit. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി 1 ശമൂവേൽ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കും. Let's move on to 1 Samuel chapter 1 verse 17 for the meditation to the present night. അതിന്നയേലേ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. ഈ അധ്യായം ആരംഭിക്കുന്നത് കണ്ണുനീരിന്റെയും നെടുവീർപ്പിന്റെയും കഥനകഥയോടെയാണെങ്കിൽ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് വദനപ്രസാദത്തോടും സംതൃപ്തിയോടും കൃതാർത്ഥതയോടും കൂടെയാണ്. When this chapter marks the beginning with anguish, wailing and lamentation, striking enough that it marks the end with a pleasant expectation and positive note. ഈ വേദഭാഗത്തിൽ നാം കാണുന്നത് സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്നാകുന്നു. In this passage, the underlining factor is go in thy peace. ഒരു പുരോഹിത കുടുംബത്തിൽ വിവാഹം കഴിപ്പിച്ച് അയക്കപ്പെട്ടതായ ഹന്ന എന്നു പേരുള്ളതായ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഈ അധ്യായത്തിൽ നാം വായിക്കുകയാണ്. Through chapter we have the perusal of the expensive tears of a woman, Hannah, who had been given to marriage in a family of priests. അവൾക്ക് ഒട്ടേറെ അപേക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു അപേക്ഷ, അവളുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു പ്രത്യേക വിഷയം, അത് മാത്രമായി ദൈവസന്നിധിയിലേക്ക് അവൾ ചെന്നു. She did not have so many supplications, rather he got only one pleading that was crushing her heart, with which she paid visit to the presence of the Lord. ഹൃദയമില്ലാത്ത വാക്കുകളേക്കാൾ വാക്കുകളില്ലാത്ത ഹൃദയത്തിൽ പ്രസാദിക്കുന്നവനായ ദൈവം അവളുടെ ഹൃദയത്തിന്റെ വ്യസനം അറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. Even was without heart, the very God who is delighted in the very wailing of the heart understands the very pitiable plight of the heart and just demanding remedy. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. May the Lord give you response to the supplication you have made unto the Lord of Israel. ഈ വാഗ്ദത്തം ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുള്ള ഒരു വാഗ്ദത്തമാണ്. So this is a promise to every member of this congregation tonight. ഇന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ഓരോ അപേക്ഷകളില്ലാത്തവരായി ആരും തന്നെ ഇവിടെ കാണുകയില്ല. Tonight in this congregation I feel there will not be anybody without any kind of pleading to be offered in the presence of God. ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമില്ലാതെ വളരെ ദൂരെ നിന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഇവിടെ നിങ്ങൾ ആരും വരികയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. I do believe that without any expectation and supplication, people who listen to voice from far away and will not make visit to this meeting here. അതെ, നിങ്ങൾ പ്രാർത്ഥനയും അപേക്ഷകളുമായി വന്നതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം, ഒരു യേശു നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. As you come to the presence of God with expectation and a note of prayer, there is a Lord who is able to answer. He is moving in the midst tonight. പ്രിയരെ, പ്രാർത്ഥന എന്നാൽ വാസ്തവത്തിൽ എന്താണ്? Beloved people of God, what's the true meaning of prayer? ഒരു ഉദാഹരണം, നാം എല്ലാവരും തന്നെ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. We know that to some extent all of us use a telephone. ഫോണിന്റെ റിസീവറിന് 2 അറ്റങ്ങളുണ്ട്. ഒരു ഭാഗം കൊണ്ട് നാം അങ്ങോട്ട് സംസാരിക്കുകയും അടുത്ത അറ്റത്തിൽ നിന്ന് മറുതരയ്ക്കുള്ള വ്യക്തിയുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയാണ്. The telephone receiver has got 2 parts. With one part we communicate, with the other part we just listen to. യഥാർത്ഥ പ്രാർത്ഥന ഇങ്ങനെ ആകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. This must be the true nature of a prayer. നാം എല്ലാവരും തന്നെ ദൈവത്തോട് പലതും ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ തന്നെ ദൈവം നമ്മളോടും പല കാര്യങ്ങൾ ആവശ്യപ്പെടും. We all make our supplication unto the Lord. Meanwhile, God too demands so many things towards us. ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുവാൻ സമർപ്പിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. If you are prepared to head into the direction given by God, indeed the Lord is able to effect answer to our pleading. അതിന് ഒരു ഉദാഹരണം മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35 മുതലുള്ളതായ വാക്യങ്ങളിൽ
നമുക്ക് കാണുവാൻ കഴിയുന്നു. Coming to Mark's Gospel, chapter 10, verse 34 onwards, we come across a classic illustration. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്ത് തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. This is what we read in that passage. James and John, the sons of Zebedee, come unto him, say, Master, we would that thou shouldest do for us whatsoever we shall desire. ആശ്രിത വത്സലനായ യേശു എന്ന് പറയും മുൻപ് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചേരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. Jesus Christ, very pleasant master response without telling yes. He says, what should I do for you? അതിന് അവരൊരു ഉത്തരവും കൊടുത്തു. Therefore he extends a response to. ഞാൻ നിങ്ങളെ 38 വാക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. Let me like to invite your attention on to verse number 38. 39 വാക്യം. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യുമോ? അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സാധിപ്പിച്ചത് തന്നെ. Verse number 39, they said unto him, we can, and Jesus said unto them, ye shall indeed drink of the cup that I drink of, and with the baptism that I baptize withal, then ye shall be baptized. ശ്രദ്ധിക്കുന്നുണ്ടോ? നാം ദൈവത്തോട് അപേക്ഷ കൊടുക്കുമ്പോൾ തിരിച്ച് ദൈവം നമ്മളിങ്ങനെ ഒരു വ്യവസ്ഥ വയ്ക്കുകയാണ്. ആ വ്യവസ്ഥയ്ക്ക് നാം ഈ കീഴ്പ്പെടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് ലഭിക്കുകയും. When we make a petition unto the Lord is make a demand. As it is responded, your prayer is adequately answered. ഒന്നും രണ്ടുമല്ല, എത്രയോ സന്ദർഭങ്ങളിൽ എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഞാൻ ഉയർത്തുമ്പോൾ ഇങ്ങോട്ട് എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അനുസരിച്ചിട്ടുണ്ട്, എനിക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. It is not to conduct. On numerous occasions, I offered my supplication unto the Lord. The Lord listened to, heeded to, and the Lord responded optimistically. നിങ്ങളുടെ അപേക്ഷ പ്രാർത്ഥന എന്തു തന്നെയായിരുന്നാലും അത് നിറവേറ്റി തരേണ്ടതിന് ദൈവത്തിക്ക് ഉപാധി എന്തോ അതനുസരിക്കുന്ന ഏറ്റ വിധം ദൈവം മറുപടിയുണ്ട്. Whatever is a prayer, a petition, supplication in the presence of God, He is laid over a condition according to the nature of the yielding to the one. The Lord is able to answer it. നാം പതിവായി പ്രാർത്ഥിക്കുന്ന ഏതാനും പ്രാർത്ഥനാ വിഷയങ്ങളും അതിന് ദൈവം ഇങ്ങോട്ടിരിക്കുന്ന ഉപാധികളും ഇവിടെ ഉണ്ടാകെ പങ്കുവെച്ച് ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കുക. I would like to share the habitual subjects of prayer we pour at the foot of the Lord, and how the Lord lays down the condition, how our prayers are answered. I divide my words. നിങ്ങളോട് പറയാനുള്ളത്, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നതനുസരിച്ച് സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമായി, പ്രാർത്ഥന ഉത്തരം ലഭിച്ച് അപേക്ഷ നിറവേറി സമാധാനത്തിൽ വീട്ടിലേക്ക് പോകുക തന്നെ ചെയ്യും. While listening to the word of God, if you yield yourselves according to the capacity, definitely the Lord is able to answer your prayer. You will go back in total peace. നമ്മുടെ എല്ലാം പ്രാർത്ഥനയിൽ പതിവായി ഉള്ള ഒരു വിഷയമാണ്, ദൈവമേ എനിക്ക് ഭൗതികമായ നന്മകൾ തരണമേ. There is something ubiquitous in our prayer. Oh Lord, give me all the material blessings. അത് ഉദ്യോഗമാകാം, അല്ലെങ്കിൽ പഠിപ്പാകാം, അല്ലെങ്കിൽ വീടാകാം, വസ്തുവാകാം, മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതിക ആവശ്യങ്ങളാവാം. Perhaps education, sometimes profession, sometimes property, sometimes any such material blessing. ഭൗതികമായ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ആത്മീയ കാര്യങ്ങൾ മതി എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. There are some people say you need not to make the praying for the material things, simply pray for the spiritual blessings. I do not have any concord with their opinion. നമ്മുടെ ആത്മീയ ജീവിതത്തിന് പിൻബലത്തിന് ഭൗതികമായ നന്മകൾ അനിവാര്യമാണ്, അതൊരു വാസ്തവമാണ്. For the spiritual backup and support of our life, we need to have these material blessings, which is quite indispensable and avoidable. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. Coming to book of Genesis chapter 28, we come across a prayer of a young man. 20 വാക്യം മുതൽ verse 20 onwards, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ, if God will be with me and will keep me in this way that I go, and will give me bread to eat, a raiment to put on, so that I come again to my father's house in peace. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അവന്റെ അന്തരാത്മാവിൽ ദൈവത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ കേൾക്കാനവനിടയായി. Only these conditions are put forward
within the caverns of the conscience, the Lord started posing a few volleys of questions. ദൈവത്തിന് ഉപാധികൾക്ക് ഉള്ള മറുപടി ആ പ്രാർത്ഥന രണ്ടാം ഭാഗത്തിൽ തന്നെ ഒട്ടും താമസിക്കാതെ അവൻ കൊടുക്കുകയുണ്ട്. Without any delay, coming to the second part of that prayer, and he is giving response to the conditions laid by God. ഈ യാക്കോബ് ഇവിടെ ഉള്ള സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയാണ്. This Jacob represents one of the ordinary members. അവന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞതുപോലെ പറയാത്തവരായ ആരും ഇവിടെ കാണുകയില്ല. അവനെ അപേക്ഷ ദൈവത്തോട് സമർപ്പിക്കവേ തന്നെ ദൈവത്തിൽ നിന്നൊരു ചോദ്യം അവന്റെ ഉള്ളിൽ കേൾക്കാൻ ഇടയായി. As he had poured out all his supplications at the foot of the Lord, I suppose that this congregation, every matter must have done the same. Interestingly, within the caverns of the conscience, a question arises now. മകനെ, നീ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. അതല്ല കിട്ടിക്കഴിഞ്ഞ നീ എങ്ങനെയായിരിക്കും അതിനൊരു മറുപടി തരാം. My son, all in wants shall be accomplished. Once they are fulfilled, what shall be your outcome? അതിനർത്ഥം കാര്യസാധ്യവും അഭിലാഷ നിറവേറലും കഴിയുമ്പോൾ നിന്റെ മനോഭാവവും നിന്റെ ഭാഷയും നിന്റെ സ്വഭാവവും മാറ്റം വരുമോ? അതിന് ഉത്തരം തരണം. Which means, once the demands are met, once the needs are fulfilled, once the dreams are realized, will there be any deviation from the decision you have arrived at? ഇത് പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയൊരു പെശകാണ്. Time and again, this is a great tragedy that it befalls our life. കൊല്ലം പട്ടണത്തിൽ ഒരു ക്രൂസൈഡ് നടന്നു. ഒരു ചെറുപ്പക്കാരൻ അവിടെ ചെന്നു. അവന് നാളുകളായി ചെയിൻ സ്മോക്കർ, അവന് ക്യാൻസർ ആയിരുന്നു വായിൽ. അവനവിടെ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവനെ സൗഖ്യം കിട്ടി. In Kollam city, a crusade was carried out. Many people took part. Young man who was addicted to chain smoking, he was afflicted with a cancerous. He attended and he got healed miraculously. ക്യാൻസറിന്റെ വ്രണം വന്ന ശേഷം അവന് ക്യാൻസറിന്റെ വേദനയേക്കാൾ ഒന്ന് പുകവലിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഖേദമായിരുന്നു അധികം. Once he has afflicted the sore of cancerous, more than the pain of the same, it's a mental agony. Alas, I'm not able to smoke anymore, which haunted him. ആ കൺവെൻഷന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ അവൻ നേരെ കടയിലോട്ട് പോയി ഒരു വലിയ സിഗരറ്റ് വാങ്ങി അങ്ങ് വലിച്ചങ്ങ് സംതൃപ്തി അടഞ്ഞു. In that meeting, he got healed straight away. He went to the shop, he bought a pack of cigarettes, and his smoke got satisfied. ഇതാണ് യാക്കോബിന്റെ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം. ഞാൻ ചെയ്തു തരാം, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാം, അത് കഴിഞ്ഞ നീ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്ന് വ്യക്തമാക്കണം. The question that is posed to Jacob, your demands shall be met, your needs shall be accomplished. Thereafter, what shall be your attitude? യാക്കോബ് തന്റെ ആവശ്യങ്ങളും ആവലാധികളും ബോധിപ്പിക്കവേ കേൾക്കുവാൻ കഴിഞ്ഞ ചോദ്യത്തിന് നിമിഷങ്ങൾക്കളം ഉടനടി അവൻ മറുപടി കൊടുത്തു. Jacob was just pouring out his lamentations and anguish, and now the Lord is heeding the same. Suddenly, abruptly, there comes the answer. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വണ്ണം അവൻ നൽകിയ ആ ഉത്തരം അല്ലെങ്കിൽ അവന്റെ നേർച്ച എന്തായിരുന്നു? Without any ambiguity, what was the optimistic response he had extended to God? യാക്കോബ് ചെയ്ത ഉടമ്പടിക്ക് 3 മേഖലകളെ സ്പർശിക്കുന്ന ഒരു ഫലമുണ്ടായി. The covenant that Jacob made had got 3 layered pledges. ഒന്നാമത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നൊരു മറുപടി അവന് കൊടുത്തു. The first context he extends a response, in my fellowship with the Lord, how shall I be? അവൻ എന്താണ് പറഞ്ഞത്? What did he say? ഈ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ചാൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. If my request is answered, the Lord shall be my God. അതിന്റെ അർത്ഥം, എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ വിട്ട് ആവിഷ്കാരത്തിൽ ഒരിക്കൽ പോലും ഒരു അന്യ ദൈവനെ ഞാൻ കൈക്കൊള്ളുകയില്ല. By implication it says, the Lord who had blessed me throughout the days of my life, I will never deviate from the track and worship any strange God. എന്റെ അപ്പനായ ഇസ്ഹാക്കിന്റെയും എന്റെ വല്യപ്പച്ചനായ അബ്രഹാമിന്റെയും ദൈവമായ യഹോവയുണ്ടല്ലോ, ആ യഹോവ തന്നെയായിരിക്കും എന്റെയും ദൈവം. The Lord who is my father's God, Isaac, again my grandfather's God, Abraham, he shall be my God too. ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നു വീണ, പെന്തക്കോസ്ത് കുടുംബത്തിൽ വളർന്ന ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അല്പം പ്രായമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. But sometimes youngsters or middle-aged men born in Pentecostal fellowship or Christian families were listening to me. Let me ask you one thing. കർത്താവ് നിന്നോട് പറയുകയാണ്, ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, എന്നാൽ ഞാൻ നിനക്കെല്ലാം ചെയ്തു തരാം, അത് കഴിഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും? The Lord is telling you, I have hearkened all your pleadings. If all the desires are fulfilled thereafter, what shall be your outlook? ഞാൻ നിന്റെ കടം തീർത്തു തരാം, ഞാൻ നിനക്ക് ജോലി തരാം, ഞാൻ നിനക്ക് നന്മ തരാം, ഞാൻ നിനക്ക് ഉയർച്ച തരാം.
എന്നാൽ ഒരു കാര്യം, അത് കഴിയുമ്പോൾ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന ഒരു തീരുമാനം ഇപ്പോൾ വ്യക്തമാണ്. I'll clear your bankruptcy. I'll give you a late education. I'll give you a comfortable position. I'll give you enticing profession. Thereafter, what shall be your mindset? നമ്മുടെ കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം ഇതാണ്. Lift your hand. This is the confession we have to make. എനിക്ക് നന്മ ചെയ്ത എന്റെ ദൈവത്തിന്റെ സ്ഥാനം എന്റെ കൂട്ടുകാർക്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ സ്പോർട്സിന് കൊടുക്കുകയോ, ബിസിനസ്സിന് കൊടുക്കുകയോ, പണസമാധാന മാർഗത്തിന് കൊടുക്കുകയോ, എന്റെ കുടുംബജീവിതത്തിന് പോലും ആ ദൈവത്തിന്റെ സ്ഥാനം ഞാൻ ഒരിക്കലും കൊടുക്കുകയില്ല. The very God who has rendered help in my life, the honor which is owed to him, I'll never give my friends, to my officers, to my fellow friends, to my relations, and even members of my family. എന്റെ ശിഷ്ടകാലം മുഴുവനും ഈ ദൈവം എനിക്ക് എല്ലാറ്റിനും എല്ലാമായിരിക്കും. Throughout the days of my life, this God shall be all in all to me. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? Tonight in this congregation, how many can make such a decision? ഞാൻ അനുഭവിച്ചറിഞ്ഞ, ഞാൻ രുചിച്ചറിഞ്ഞ ഈ യേശു മാത്രം മതി എനിക്ക്. This Jesus whom I experienced, the Jesus whom I tasted, Jesus alone is enough for me. നിങ്ങൾ ചിലർക്ക് അങ്ങനെ പറയാൻ കഴിയും, എന്റെ പിതാവും അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ പിതാവും ഒക്കെ ആരാധിച്ച യേശുവിനെ മാത്രമേ ഞാനും ആരാധിക്കൂ. At least some in this congregation can say that, my God who had given me everything, I'll worship him alone, only him. അടുത്തത് പണസംബന്ധമായി ഞാൻ വിശ്വസ്തനായിരിക്കുന്നവൻ വ്യക്തമാക്കുക. Thereafter, touching monetary aspects, I'll remain faithful. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. Every monetary benefit you are going to grant me, I'll offer you tithes. അവിടെ ഇംഗ്ലീഷ് ബൈബിളില് I will surely give the tenth. In English translation, I'll surely give you the tithe. ഒരു തർക്കവുമില്ല, സംശയമില്ല, തന്നിരിക്കും. No second thoughts, no controversy, it cannot but be done. ദൈവമേ, നീ അനുഗ്രഹിച്ചാൽ, എനിക്ക് ധനം തന്നാൽ, സമ്പത്ത് തന്നാൽ, ഞാൻ ദൈവത്തിന് ഉള്ളത് കൊടുത്തിരിക്കും. Oh Lord, if you bless me, if you give me wealth, what is due unto God, I will definitely offer. പണം സമ്പാദിക്കുവാൻ ബലം തന്ന എന്റെ ദൈവത്തിന്, the very God has given me strength in order to amass money. ഞാൻ തുടങ്ങിയ ബിസിനസ് പൊട്ടി വഴിയാധാരമായി പോകാതിരിക്കാൻ എന്നോട് കരുണ ചെയ്ത എന്റെ ദൈവത്തിന്, the business I started should not get dilapidated, and I should not worry. The Lord blessed copiously to that God. ഞാൻ ജോലി ചെയ്യുന്ന അതേ ഓഫീസിൽ അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്നോട് ദയ തോന്നി, എന്റെ അവസ്ഥ അറിഞ്ഞ് ജോലി നഷ്ടപ്പെടാതെ ഇന്നും ശമ്പളം ഒപ്പിട്ട് വാങ്ങുവാൻ ഇടയാക്കുന്ന എന്റെ ദൈവത്തിന്, the office in which I'm pressed into service, when many people lost their profession, the Lord kept me safe, hale and hearty. Even today the Lord is keeping me in my profession, helping me to carry out successfully to that God. എന്നെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള അനേകരെ ജോലി തേടി ഇന്നും അലയുമ്പോൾ ഇന്നും ഒരു ശമ്പളം വാങ്ങുവാൻ കരുണ ചെയ്യുന്ന എന്റെ ദൈവത്തിന്, when many people who are more qualified than I am, as I go in search of employment today, the Lord has given me a sound job. The Lord has me to draw my salary regularly to that God. ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. എന്റെ ദൈവത്തിനുള്ളത് ഞാൻ I will surely give. Ever I'll be grateful unto him. What is the due unto my God, I'll surely offer. രാത്രിയിൽ പറയട്ടെ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, അപേക്ഷ ചെയ്തു തരും, നിന്റെ ആഗ്രഹം സഫലമാക്കുന്നാൾ നന്ദിയുള്ളവനായിരിക്കുക ജീവകാലം മുഴുവനും. ഹല്ലേലൂയ. Tonight let me tell you, the Lord is able to hearken your prayer. The Lord is able to fulfill it. The Lord is able to fructify it. He demands only one thing. Throughout the days of your life, you must remain faithful. അങ്ങനെ തീരുമാനമുള്ളവരുടെ ഒരു ഹല്ലേലൂയ ദൈവം ഒന്ന് കേൾക്കട്ടെ, ഞാനല്ല. ഹല്ലേലൂയ. അടുത്തത് ദൈവാലയത്തിന്റെ പണി സംബന്ധമായിട്ട് അവന് ആ ഉടമ്പടിയിൽ ഒരു ഭാഗം കൊണ്ടുവരികയാണ്. Next, with regard to work of the temple of God, he is bringing forth a pot. അവന്റെ ഒരു കാട്ടിൽ ഒരു കല്ലെടുത്ത് തലനായി വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. In the jungle he collects a stone that is kept to the pillow, and he has a dream that in which his conversation goes on. അവൻ ആ കല്ലെടുത്ത് അവിടെ അങ്ങ് നാട്ടിയിട്ട് പറയുകയാണ്, ഈ കല്ല് ദൈവത്തിന് ആലയമാകും, അല്ല ഞാൻ ആക്കും. Remove the stone therefrom, he says, this stone shall be a house of God.
അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് ആലയം പണിയും. Otherwise, I'll build a sanctuary unto the Lord. ആ വെറും ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാതെ ശിലാസ്ഥാപന കർമ്മം ഉടനെ നടത്തിക്കളഞ്ഞു. It is not simply making vain words. I'll just lay the foundation stone also. ഇന്ന് കേവലം ഒരു കല്ല് മാത്രമേ ഞാൻ നാട്ടിയുള്ളൂ എന്ന് വരികിലും എനിക്കറിയാം ഇതുകൊണ്ട് ആലയമാകത്തില്ലെന്ന്. ഭാവിയിൽ ഇതിനോട് കല്ലുകൾ ഞാൻ ചേർത്തുകൊണ്ടേയിരിക്കും ഒരു പൂർണ്ണ ആലയമായി തീരുന്നത് വരെ. I know that today I have laid the foundation with one only stone. In the near future, plenty of stones shall be added unto. Until that is completed as a temple of God, I will not be satisfied. ചോദ്യം ചോദിക്കുകയാണ്, നീ എന്റെ പ്രിയ കേൾവിക്കാരെ, ഒരു കല്ല് നീ എവിടെയെങ്കിലും ആലയത്തിനായി നാട്ടിയിട്ടുണ്ടോ? Beloved listeners, the question comes unto you, have you ever separated a stone to build for the house of the Lord? Ever? ജോലി സ്ഥലത്തോ താമസിക്കുന്ന ഹോസ്റ്റലിലോ എവിടെങ്കിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുവാൻ ഇടയായിട്ടുണ്ടോ? Whether the officiating place or the dwelling place, have you ever started a prayer fellowship so far? കർത്താവിന് ശുശ്രൂഷയിലായിരിക്കുന്നവരും ഒന്ന് ചിന്തിക്കട്ടെ. അതെ, മറ്റാരോ ആരംഭിച്ച സഭയിൽ, മറ്റാരോ പണിത ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആരോ നേടിയ ആത്മാക്കളെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം, നീ നിന്റേതായി ഒരു വേല, ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്? Even with the workers who are pressed into the ministry of the Lord, let me ask you, and you have been doing the ministry, in the ministry started by someone else, and you have doing the ministry in the place which has been constructed by someone else, have you ever started a fresh ministry, constructed a fresh home in order to carry out this ministry in your life? അധ്യാപകനാണല്ലേ, ആരോ ആ ചേർത്ത് വെച്ച കുട്ടികളെ എല്ലാ ആഴ്ചയിലും പഠിപ്പിക്കുന്നു. ഒരു ചോദ്യം, നിന്റെ പരിശ്രമം കൊണ്ടും ഉത്സാഹം കൊണ്ടും ഒരു കുട്ടിയെങ്കിലും ആ സൺഡേ സ്കൂൾ അധികമായി ചേർക്കാൻ ഇടയായിട്ടുണ്ട്? Let me ask the Sunday school teachers who are pursuing giving Sunday school education, you are teaching the students who have been just attracted towards God by the effort of someone else, with your own effort, have you won at least one soul and added under the Sunday school ministry? D.L. മൂഡിയുടെ അനുഭവത്തെ കേട്ട് ഞാനങ്ങ് ചുരുക്കി ചിരിച്ചുപോയി. Therefore once I heard the response of the person and brought to laughter. അദ്ദേഹം സ്ഥിരമായി ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ട് പറയുമായിരുന്നു, ഈ സൺഡേ സ്കൂളിൽ വരണം കേട്ടോ എന്ന്. Regularly he would notice the girl and say, my child, you must attend the Sunday class. അവള് വരത്തില്ല, she would not come. പിന്നെയും അടുത്ത പ്രാവശ്യവും കണ്ടുമുട്ടുമ്പോൾ പറയും, സൺഡേ സ്കൂളിന് വന്നില്ലല്ലോ. Next time when he meets, he would ask the same question, you haven't attended the Sunday school yet? പിന്നെയും അവൾ വരാതായി. Again she abstains. പിന്നെ അടുത്ത പ്രാവശ്യവും കണ്ടപ്പോൾ പെൺകുട്ടി ഒന്ന് പരങ്ങി, ഈ പ്രാവശ്യം ഈ പുള്ളി എന്നെ വിടുന്ന ലക്ഷണമില്ല, ഓടി രക്ഷപ്പെട്ടേക്ക. അവൾ ഒരൊറ്റ ഓട്ടം കൊടുത്തു. The third time the meeting takes place, on seeing this man from far away, the girl wanted to escape, therefore she fled. ഈ വലിയ മനുഷ്യൻ ആ കൊച്ചു പെങ്കൊച്ചിന്റെ പുറകെ ഓട്ടം തുടങ്ങി. രണ്ടുപേരും കൂടെ മത്സര ഓട്ടം, PT ഉഷയുടെ ഓട്ടം പോലെ. This huge man started chasing that little girl. It is like the race done by PT Usha. അവളോടി പല തെരുവുകൾ കഴിഞ്ഞു, വീട് കഴിഞ്ഞു, പുള്ളി പുറകെ പോവുകയാണ്. അവസാനം ഒരു വീട്ടിനകത്തൂടെ അവൾ കയറി, അദ്ദേഹം പുറകെ കയറി, അടുക്കള വാതിൽ കൂടെ അവൾ പുറത്തു പോയി, അതിലെ അദ്ദേഹം പുറകെ ഓട്ടം. She ran and ran, continued the race. She crossed the labyrinth, crossed the streets, entered a house and crossed over the kitchen, and again she continued. This man also followed her. ഒടുവിൽ വേറെ വീട്ടിനകത്ത് കയറി, ഇദ്ദേഹം പുറകെ ഓടിച്ചെന്ന് കയറി. Finally she just reached out of the house. He also just reached there. നോക്കിയപ്പോൾ ഒരു കട്ടിലടിയിലേക്ക് പാപം പേടിച്ച് കയറി അങ്ങ് പമ്മിയിരിക്കുകയാണ്. To the surprise, and she got asylum under a cot, panic stricken and stealthily waiting. ആ കൊച്ചിന്റെ രണ്ട് കാലം പിടിച്ച് വലിച്ചങ്ങ് ഇറക്കിയിട്ട് പറഞ്ഞു, പിന്നെ യേശു ഇങ്ങനെ ആ പാപികളെ തേടി വന്നതാ. He dragged both her feet out and telling that, my child, this how Jesus came in search of sinners. നീ അടുത്ത ആഴ്ച സൺഡേ സ്കൂളിൽ വരണം കേട്ടോ. So next Sunday you must report for the Sunday school. നല്ല ഉത്തമയായ ഒരു വിശ്വാസിയായി ആ കുടുംബിനിയായിട്ട് മാറി. So she had become a perfect upright believer and led a ministry. എന്റെ ചോദ്യം, നിന്റെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞതിന് ഉത്തരം തന്നാൽ ദൈവത്തിന് ആലയം പണിയാൻ നീ എന്ത് നടപടിയെടുക്കും? My question is, if your prayer is adequately answered in order to build the temple of God, what shall be the effort from your side? സഭയോ കൂട്ടായ്മയോ ആരാധനയോ ഇല്ലാത്ത സ്ഥലത്ത് നിനക്ക് ജോലി കിട്ടിയല്ലേ? Where there is a divine congregation, minister worship, you got employed. നല്ല പദവിയും താമസിക്കാൻ വീട് കിട്ടിയില്ലേ? എന്നാൽ എന്തെങ്കിലും ചെയ്തോ? You got good position and good accommodation. Did you do anything for the sake of the name of God? എനിക്ക് കഴിഞ്ഞിടയ്ക്ക് ഒരു വിശ്വാസിയെ പരിചയപ്പെടുവാനിടയായി. Recently I got acquainted with a believer. തന്റെ പിതാവ് നല്ല സുവിശേഷ താല്പര്യമുള്ള മനുഷ്യനായിരുന്നു.
തിരുവോരം പോയി യേശുവിനെ അറിയിക്കുമായി. His father was enthusiastic in spreading the ministry. He would speak about the gospel throughout the villages. ഈ മകൻ പഠിച്ച് ജോലി കിട്ടി ഇന്തോനേഷ്യയിൽ പോയി. This man pursued education. He got a good recruitment. He was in Indonesia. വീട്ടിൽ താമസം ആരംഭിച്ചത് ആദ്യം ചെയ്തത് അടുത്തുള്ളവരൊക്കെ വിളിച്ച് അവിടെ ഒരു പ്രാർത്ഥന അങ്ങ് തുടങ്ങി. As he started inside the house, he collected the neighbors and started to pray. എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ സുവിശേഷ പ്രവർത്തകരെ അറിയിച്ച് അവര് വന്ന് അവിടെ ഒരു ആരാധന തുടങ്ങി. ആ വീട് ആദ്യവും പിന്നീട് വേറെ സ്ഥലവും വാങ്ങി. ഇത് ഇന്തോനേഷ്യയിലെ വേറെയുടെ നമുക്ക് ഫെയ്ത്വമുണ്ട്. അതിന് ആരംഭം ആ ചെറുപ്പക്കാരനാണ്. As the numbers swelled there, he just informed the official, our workers, they came there, they conducted the meeting, again numbers swelled. Officially, a faith was started in Indonesia. ഒരു ബ്രാഞ്ച് സഭയായി തീർന്നില്ലെന്ന് വരികിലും ഒരു സൺഡേ സ്കൂൾ അങ്ങ് ആരംഭിക്കുവാനോ ഇല്ലെങ്കിൽ കേവലം ഒരു പ്രയർ ഗ്രൂപ്പെങ്കിലും ആരംഭിക്കുവാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് തീരുമാനിച്ചോ, ദൈവം നിന്നെ മാനിക്കാൻ പോകുകയും. Even though with your own effort, you were not able to just install a particular faith home, at least could you start a Sunday school, a prayer ministry, a branch? Now make up a mind. If so, the Lord is going to bless you. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, ഭൗതികമായി നന്മ തരണമേ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്തരമായി ഒരു ചോദ്യം കേട്ട് യാക്കോബ് തീരുമാനമെടുത്ത് ഒരു കല്ലെടുത്ത് നാട്ടി. ഇന്ന് ഒരു കല്ല് എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ, നാളെ ഞാൻ ആലയമാക്കി മാറ്റിയിരിക്കും. He was beckoning unto God to bless him abundantly. The Lord is hearing his supplication. The Lord put forward a demand. What do you do for me? He says, I will just build a temple for you. Today I lay a stone, but tomorrow this is going to evolve a huge mansion. പ്രിയ ശ്രോതാക്കളെ, ദൈവാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി ഇടപെടുകയാണ്. Honorable listeners, tonight the Spirit of God is dealing with you. ഏതെങ്കിലും പരിശ്രമം നീ ആരംഭിച്ചിട്ട് നിർത്തിവെച്ചിരുന്നെങ്കിൽ പുനരാരംഭിക്കണമെന്ന് ദൈവം നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. If you started some venture and stopped that tonight, the Lord asks you to resume it. അവഗണിച്ചു കളഞ്ഞ, നീ ഉപേക്ഷിച്ച ആ മറന്നടഞ്ഞ കല്ലുകളെ പെറുക്കിക്കൂട്ടി വരുവാൻ മകനെ മകളെ ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. My daughter, my son, the stones that you denied, neglected and marginalized, once again recollect and do my building. ഒരിക്കൽ നീ എടുത്ത തീരുമാനം നീ മറന്നുപോയി, പക്ഷേ ഞാൻ ഇന്നും മറന്നിട്ടില്ല. True, you made a decision in the time past. Unfortunately, you have forgotten, but I can never forgotten the same. യിരെമ്യാ 2:2 വായിക്കുന്നത് പോലെ ഞാൻ നിന്റെ ആദ്യ സ്നേഹത്തെ ഓർക്കുന്നു. Jeremiah chapter 2 verse number 2, I do remember your first love. ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസം പുതുക്കുക. You have believed in first love and first faith. നിന്റെ വാഗ്ദാന ലംഘനങ്ങളെ കുറിച്ച് മനസ്താപപ്പെടുക. Just regret over your trespasses and iniquity. നിന്റെ ആത്മാർത്ഥത ദൈവം ഒന്ന് കാണട്ടെ. May the Lord witness your uprightness. അങ്ങനെയെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. If that takes of God before fathers shall indeed bless you too. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, അവൻ നിന്നെ ഉയർത്തും മാനിക്കും. He is able to respond to your prayer. He will honor you and he will promote you. അതിനായി ഇപ്പോൾ സമർപ്പിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. If right now surrender, this Lord who is going to answer prayer has come to it right now. എന്റെ ആയുസിന്റെ നാളെല്ലാം നീ പോയ പഴിയേ പോകുവാൻ ആശയോ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി അയക്കുമേ പറക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ ദാസർക്ക് നീ കാട്ടുക. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറയുന്ന ദൈവശബ്ദത്തിന് കാതോർത്ത് അത് അനുസരിക്കാൻ തീരുമാനിക്കും. When we pray, we must be prepared to hear to do the direction that the Lord is going to give us. സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച നൽകണമേ, ഉദ്യോഗം തരണമേ, ഉയർന്ന പദവിയൊക്കെ ലഭിക്കാൻ സഹായിക്കണമേ. Normally we would pray, oh Lord, give me higher education,
give me a comfortable position, give me a proper employment. തീർച്ചയായും അങ്ങനെയുള്ള ആഗ്രഹം നല്ലത് തന്നെ. Truly, they are pleasant desires. അത് അങ്ങനെ തന്നെ ചെയ്തു തരുവാൻ ദൈവം ശക്തൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തേ. The Lord is able to fulfill all your desires. However, the Lord expects you to give response to questions, conditions He lays before you. ദൈവത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ്, ദൈവം ഞാൻ നിന്നെ ഉയർത്തിയാൽ നീ എന്നെ ഉയർത്തി കാണിക്കുമോ? The Lord is asking, I will fulfill all your desires. I'll lift you up and promote you. If that being so, will you highlight? Will you lift me up? അത് ന്യായമല്ലേ? ദൈവം നമ്മെ ഉയർത്തിയാൽ നമ്മൾ ദൈവത്തെ ഉയർത്തണ്ടേ? Isn't a reasonable demand? When the Lord promotes us, shouldn't we project God? ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും യേശുവിനെ ഉയർത്തി കാണിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കുക. With the life and works, if we will we lift up the name of God is a question for which we are expected to respond. ചിലർ ചിന്തിച്ചേക്കാം, എന്റെ വിശ്വാസത്തെ ഞാൻ വെളിപ്പെടുത്തിയാൽ, പരസ്യമായ ദൈവപക്ഷത്ത് നിന്നാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? Some might think that if I reveal my faith openly in the midst of the congregation society, what shall be the thought of others? എന്റെ ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ പരിഹാസമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് രഹസ്യ വിശ്വാസിയായിരിക്കുന്നതല്ലേ ബുദ്ധി. I may come short of my preparation. I may be subjected to despising and derailment. If it is better to remain a secret believer. അല്ല, ദൈവം നിന്നെ ഉയർത്തിയാൽ നീ ദൈവത്തെ ഉയർത്തിയേ മതിയെ. No, it is not the matter, but the matter is, if the Lord promotes you, you must lift up the name of God. ദാനിയേലിനെ പോലെ ആയിരിക്കുക. You must be like Daniel. അവൻ തന്റെ വിശ്വാസത്തെ പരസ്യമായി ഏറ്റുപറഞ്ഞു. അതിനാൽ സത്യദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ അന്യദേശത്തവന് സാധിച്ചു. He openly confessed and lifted his glorious God. Therefore, in the strange lands, he was able to be lifted up. അതുകൊണ്ട് സാമ്രാട്ടായ ആ മനുഷ്യൻ പറയുകയാണ്, ദാനിയേലിന്റെ ദൈവത്തിന് മുൻപാകെ എല്ലാവരും ഭയഭക്തിയോടുകൂടി ഇരിക്കണം. ദാനിയേൽ 6:26. Therefore the emperor now says, which is mentioned in Daniel chapter 6 verse 26, all people should be godly and fearful before this God of Daniel. അതെ, വിദ്യാഭ്യാസം തരാം, നിനക്ക് ഉയർച്ച തരാം, നിനക്ക് ജോലി തരാം, നിനക്ക് പദവി തരാം, എന്നാൽ നീ എന്നെ അവിടെയെല്ലാം ഉയർത്തി കാണിക്കണം. I'll give you a proper education, I'll give you entire profession, I'll give you better position. In all such contexts, will you highlight my name? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അടുത്തൊരു ചോദ്യം. Next question comes. പദവിയും സ്ഥാനമൊക്കെ കിട്ടുമ്പോൾ ശുശ്രൂഷയ്ക്ക് അതിന് സഹായിയായിരിക്കുമോ എന്നുള്ളതാണ്. When you get a position and promotion, will you be a supportive factor under the ministry? നെഹമ്യാവ് പേർഷ്യൻ രാജ്യത്തിൽ രാജാവിന്റെ ഒരു പാനപാത്രവാഹകൻ എന്നുള്ള പദവി ഉള്ളവനായിരുന്നു. Nehemiah was a cupbearer in the capacity of the kingdom in a foreign land. അവന്റെ പദവിയും സ്വാധീനവും കൊണ്ട് അവൻ ദൈവാലയത്തിന് മതിലുകൾ പണിയുവാൻ അത് പ്രയോജനപ്പെട്ടു. With his position influence, he devoted it to building the temple of God. അതുപോലെ സെരുബാബേലും എസ്രയും എല്ലാം തങ്ങളുടെ സ്ഥാനവും പദവിയും അറിവും ആലയത്തിന് പണിക്കായി ഉപയോഗിച്ചത്. Accordingly, Zerubbabel and Esther, all these people just made use of their influence and power for the sake of the name of the glory of God. എന്തിനാണ് സ്ഥാനങ്ങളും പദവികളും സ്വാധീന ശക്തിയും ഒക്കെ? അതെല്ലാം ശുശ്രൂഷയ്ക്ക് സഹായമായിരിക്കും. What a powerful position and honor. For this power of influence, they must be limited to building up the name of God. സുശേഷകരുടെ ട്രെയിനിങ് കാലത്ത് ഞങ്ങളുടെ 2 വൻപോക്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ 2000 പോലീസുകാരുടെ IG ആയിരുന്ന ധർമ്മരാജ് എന്ന വ്യക്തി അവർകളും, മറ്റൊന്ന് ഒരു മേനോനും. During our ministry training, there are 2 influence personalities. One was the IG Dharmaraj, he was ruled as President Indira Gandhi, and the other one was one reputed Menon. ബ്രിട്ടീഷ് കാലത്ത് സൈന്യത്തിൽ ഡോക്ടറായിരുന്ന വ്യക്തിയാണ്. So he was working as a doctor in the British Navy. എന്നാൽ ആ IG ധർമ്മരാജ് എന്ന വ്യക്തി താൻ IG ആയിരുന്ന ഇടങ്ങളെല്ലാം ഇവിടെല്ലാം ഓരോ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. IG Dharmaraj, wherever he functioned as the IG, in all such places he established churches. അവിടെ എവിടെല്ലാം ഒരു കൊച്ചു 2-3 പേര് കൂടുന്ന ഒരു ആരാധന ആ ഡൽഹിയിലുണ്ടെങ്കിൽ ഞായറാഴ്ചയോ അദ്ദേഹം നേരെ
അങ്ങ് പോകും. ഇതാൻ പോകുന്ന വഴിക്ക് തന്റെ കൂടെ ഉള്ളവരും പോകും. അവിടെ 3 പേരുള്ളിടത്ത് അന്ന് ആരാധന കുശാല 30-35 പേര്. Anywhere 2 or 3 people just get together for the worship, he would pay visits and all the people would accompany him, and now that is only to 30, 35 and so on. ഒടുവിൽ അതൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയായി അനേക സഭകൾ തന്റെ പദവിയും സ്വാധീനവും ഉപയോഗിച്ച് താൻ ചെയ്തിട്ടുണ്ട്. Consequently, that it generated to be a better assembly by using his power influence, he established plenty of churches. എന്തിനാണ് വിദ്യാഭ്യാസ യോഗ്യത, എന്തിനാണ് ഉദ്യോഗം, എന്തിനാണ് നല്ല പദവി ദൈവം തന്നത്? ശുശ്രൂഷയ്ക്ക് സഹായിയായിരിക്കുവാൻ. അങ്ങനെ ചെയ്യുമോ? What for education? What for qualification? What for position, power, influence? If not to be supported the ministry, will you be so? മറ്റൊരു ചോദ്യം, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നിനക്ക് ചെയ്തു തരാം, എന്നാൽ എന്റെ ജനത്തിന് അനുകൂലമായി നിലകൊള്ളുവാൻ നീ തയ്യാറാകുമോ? Another question, your prayers shall be answered as it is, but will you take a stand favorable to my people? പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജ്ഞിയായി ഒരു യഹൂദ സ്ത്രീയായ സാധാരണക്കാരിയായ എസ്തർ നിയമിക്കപ്പെട്ടു. Yes, a woman, a Jewish woman, was appointed queen in the Persian kingdom. അതേ കാലയളവിൽ യഹൂദന്മാരുടെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാറേ അവൾ തന്റെ അധികാരവും സ്വാധീനവും ദൈവജനത്തിന് അനുകൂലമായിട്ട് നിർവഹിക്കുവാനായി നന്നായി വിനിയോഗിച്ചു. Meanwhile, there was a huge threat to the existence of the people of Jews, and therefore he started employing her influence, power and position to the favor of the people of God. കർത്താവ് ചോദിക്കുന്നു, നിന്നെ ഞാൻ എന്തിനായി ഉയർത്തി? The Lord is asking you, what's the purpose with which I have promoted you? നിനക്ക് അധികാരവും സ്വാധീനശക്തിയും നിന്റെ കയ്യിൽ ഞാൻ എന്തിനു തന്നു? I have given you power, authority and influence. What for? എന്റെ ജനത്തിന് അനുകൂലമായി നിലപാടെടുക്കാൻ വേണ്ടിയല്ലയോ? In order to support my people, in order to make a favorable decision. എസ്തേറിനെ പോലെ അവളുടെ ജീവനെ പോലും പകച്ചുകൊണ്ട് ദൈവജനത്തിന് നിലനിൽപ്പിനായി പരസ്യമായി രംഗത്ത് വരുവാൻ നമുക്കും തയ്യാറാവാം. Like Esther, even abnegating her own life, he must be prepared to come openly to support the sake of the name of God. ദൈവം ഉയർത്തുന്ന ലക്ഷ്യം മറന്നു കഴിഞ്ഞാൽ ദൈവം ആ തന്നത് തിരിച്ചെടുക്കും. അതും മറക്കരുത്. If you forget the purpose with which God has promoted you, don't forget, the Lord is able to rescind it. ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത രാജ്യമായും സാമ്രാജ്യമായും മാറിയതിന്റെ രഹസ്യം ഞാൻ കേട്ടിട്ടുണ്ട്. I have heard the mystery with which Britain has become the kingdom when sun never sets. വിക്ടോറിയ രാജ്ഞി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനായിരുന്നു. അവരെ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ രാജ്യത്തെ നീ വിശാലപ്പെടുത്തി, അതിനതികളെ വിശാലപ്പെടുത്തിയാൽ ഒരു വലിയ മുഴുലോകത്തിന് തന്നാൽ നിന്റെ നാമം ഭൂമിയറ്റം വരെയും കൊണ്ടുപോകുവാൻ ഇടയാകുമല്ലോ എന്നവൾ പ്രാർത്ഥിച്ചു. When Victoria was a saved child of God, she made such a plea unto the Lord, "O Lord, if you just expand my territory, if you just build up my kingdom, if you just give me reputation and honor, I will take the gospel to every quarter of the world and proclaim that for your glory." അതിന്റെ ഉത്തരം വന്നവണ്ണം ബ്രിട്ടനെ മുഴുലോകത്തിലും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ട് ദൈവം വളർത്തി. As a response, the Lord reared and nourished Britain, which had control over the whole world. That is because the kingdom where sun never sets down. ഇന്ത്യ ഇവരുടെ ഭരണത്തിന് കീഴിലായി. India was also under its control. ആ നല്ല മഹതി അത് ആഗ്രഹിച്ചു. പക്ഷേ മറ്റുള്ളവർ എന്താണ് ചെയ്തത്? That good woman desired so, but what was the part to the work of other people? അധികാര പ്രമത്തതയും രാജ്യങ്ങളെ സ്വത്തുക്കൾ കൊള്ളയടിക്കലും പിന്നെ ഒരു ക്രിസ്തീയ രാജ്യത്തിന് മാർഗത്തിന് ചേരാത്ത നടപടികളും കൊണ്ട് ദൈവം പൊറുതിമുട്ടി. Lust for power, desire for money, amassing wealth, clandestine illegal activities with which God is frustrated and fed up now. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ചില നന്മകൾ രാജ്യത്തിന് കിട്ടിയെങ്കിലും അവരാൽ നമ്മുടെ രാജ്യം അനുഭവിച്ച ദുരിതങ്ങൾ ഇന്ന് നമുക്ക് ഒരിക്കലും മറക്കാവതല്ല. True, our country receives the benefits because of the British regime. However, vast and unspeakable were the tortures and formidable consequences we had to reap because of the British kingdom. ലക്ഷ്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ സാമ്രാജ്യയുടെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഇന്ന് ബ്രിട്ടൻ പട്ടിണിയിലേക്ക് നീങ്ങുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത്. Once the purpose is fulfilled, they deviated from the golden decision. Today, can you believe
British country that's also subject to starvation and want. നമ്മളെ ഉയർത്തുന്നതിന്റെ ലക്ഷ്യം ദൈവത്തിന് വ്യക്തമായിട്ടുണ്ട്. അത് നിറവേറ്റുവാൻ തീരുമാനിച്ചു പറ്റൂ. അതിൽ പരാജയപ്പെട്ടാൽ തന്നത് ദൈവം തിരിച്ചെടുക്കും. You have to make a decision. If the Lord promotes me, I will just render service for His glory. If you do not follow that pledge, the Lord is going to withdraw the same. ദൈവത്തിന് മനസ്സിലൊത്ത് പ്രവർത്തിച്ചാൽ ദൈവം ഉയർത്തും. 45 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വിശ്വാസി എനിക്കറിയാം. According to the plan of God, if you work, the Lord is able to promote you. I know a believer who is receiving a salary of 44 lakhs. മറ്റുള്ളവർക്ക് മീതെ ദൈവം തന്നെ ഉയർന്ന പദവിയിൽ വയ്ക്കും, ഇരുത്തും. ലക്ഷ്യം മറന്നാലോ അവൻ നിഷ്കരണം താഴ്ത്തിക്കളയും. The Lord will promote you over others. The Lord will bless you continuously. But if you forget the decision you have made without any mercy, the Lord will just crumple you. നമ്മുടെ മറ്റൊരു പ്രാർത്ഥനയാണ് ചെറുപ്പക്കാര് നല്ല വിവാഹം നടക്കണം, മക്കളും കൊച്ചുമക്കളുമായി സന്തുഷ്ട ജീവിതം. Another aspect of prayer of the youngsters, I must be given to a good matrimonial life. I must get a good partner and good future children. ദൈവം വിവാഹത്തിനെതിരൊന്നുമല്ല, അവൻ അതെല്ലാം ചെയ്തു തരും. പക്ഷേ കടമകൾ മറക്കരുത്. God is not against his marriage. God will fulfill everything. Do not forget your responsibilities. വിവാഹം നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവീക വ്യവസ്ഥകൾ അതിരുകടക്കരുത്, വേലി ചാടരുത്, ദൈവത്തിന്റെ പ്രമാണങ്ങൾ വേലി പൊളിക്കരുത്. As it is recited in solemnize the marriage, please do not trespass the limits. Do not forget the conditions, the laws of God. Do not forget the past from where you started. കല്യാണാലോചന വന്നപ്പോൾ അബ്രഹാം തന്റെ മോനെ വിളിച്ചു പറഞ്ഞു, മകനെ, നീ ഒരിക്കലും ഈ ചുറ്റുപാടുള്ള ജാതിയിൽ നിന്നൊരു വിവാഹം എടുക്കാതെ എന്റെ ജനത്തിനിടയിൽ നിന്ന് നീ ഒരു വധുവിനെ തിരഞ്ഞെടുക്കുക. As the proposal came for the son's marriage, Abraham tells his son, my child, do not get a damsel from the neighborhood. You must go back to my own people and collect a damsel for you. ഒരു ചെറിയ ജോലിയും ഇച്ചിരി ശമ്പളമൊക്കെ ആയിക്കഴിഞ്ഞു പിന്നെ അങ്ങ് അത്യാഗ്രഹം കൂടി സഭയും വേണ്ട കൂട്ടായ്മയും എവിടെങ്കിലും പോയി സമ്പാദിക്കണമെന്ന്. Getting a small employment, the facilities is swell up, you are satisfied, you forget God, forget the fellowship, forget the church, you want to go to some other fellowship, want to lead some kind of strange life. കഴിഞ്ഞ ഞായറാഴ്ച മറ്റൊരു സഭയിലെ ഒരു ഒപ്പൻ വന്ന് പറഞ്ഞു, എന്റെ മകന് ഇതിന്ന് വിവാഹം കഴിക്കാവൂ, വിശ്വാസ വിവാഹം കഴിക്കാൻ ഞങ്ങളുടെ പാസ്റ്റർക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്റെ മോനും 35,000 രൂപ ശമ്പളമുണ്ട്. Yesterday Sunday, one brother from other assembly came and reported, my son is so particular, he wants to conduct a marriage from this assembly, he is receiving 35,000 rupees salary. ഞാൻ പറഞ്ഞു, സഹോദര, ഈ കഴിഞ്ഞ ആഴ്ചയിൽ വേറൊപ്പനോട് പറഞ്ഞത്, എന്റെ മകന് ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ സത്യത്തിന് യോജിച്ച ഒരു വധുവിനെ വേണം. എന്റെ മകന് ഒരു 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയ്ക്ക് ശമ്പളമുണ്ട് പാസ്റ്ററെ. I replied to him, last Sunday another father came and he reported, pastor, just arrange a marriage for my son, suitable, worthy for him from this fellowship. He receives a salary from 5 to 10 lakhs. വിവാഹവും കുടുംബജീവിതവും ഒക്കെ ദൈവം തരും. പക്ഷേ എന്ത് നേട്ടമുണ്ടെങ്കിലും അതിന് വിട്ട ബന്ധങ്ങൾ വേണ്ട എന്ന് വെക്കുമോ? God will give you choices to marriage. God will give you all the material blessings. But are you prepared to discard any kind of clandestine understanding? അതേസമയം യാതൊരു ഭൗതിക നേട്ടവും ഇല്ലെങ്കിലും അപ്പോസ്തല ഉപദേശത്തെയും കൂട്ടായ്മയെയും പിതാക്കന്മാർ ആലോചനയും മാനിക്കുവാൻ തീരുമാനിക്കുക. Meanwhile, even though there is no proper fellowship, make up a mind to follow the apostolic doctrine, apostolic fellowship, and the foundation laid by God our forefathers. വിവാഹ വിഷയത്തിലും ദൈവ ഇഷ്ടത്തിന്റെ ഉള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിക്കുക. Even matrimonial needs, make up a mind to be brought under the foundation laid by God. ഇപ്പൊ നല്ല ഭാര്യയെ തരും, ഭർത്താവിനെ തരും, കർത്താവ് തരും. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തരായിരിക്കണം. God will give a blessed wife and pretty husbands, but mutually there must be great honesty. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര കടമകളുടെ കുറിച്ച് ബൈബിൾ സൂക്തങ്ങൾ അതുപോലെ പാലിക്കണം. The Bible ideology is specified about the responsibilities between the husband and wife. You have to practice without any deviation. വിശാല അർത്ഥത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഐക്യം, സ്നേഹം, സത്യസന്ധത നിലനിർത്തി ഭിന്നത വരാതെ കുടുംബജീവിതത്തെ ദൈവനാമഹത്വത്തിനായി നയിക്കുവാൻ തീരുമാനിക്കണം. In the strict sense, you must be self-complacent, be contented with what you have,
and just maintain the unity, integrity, fellowship in the family life, please God, and lead a spiritually edified ഈ life. ദൈവികമായ ആലോചനയെ പിൻപറ്റുവാൻ തീരുമാനിക്കുമെങ്കിൽ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുക തന്നെ To decide to heed to the divine advice, indeed, the Lord shall bless your domestic life. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സഫലമാക്കും. May the Lord fructify all present desires. നാം സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാണ്. Normally, this is something that we often hear, but I would like to put before you an important subject now. ഒത്താൽ ഈ രണ്ട് കൈയും കൂടെ ഈ ചെവിയുടെ പുറകിൽ നിന്ന് വെക്കാമെങ്കിലേ ഒരുപക്ഷെ ഈ ശബ്ദം നിങ്ങളെ വിട്ട് പുറകോട്ട് പോകാതിരിക്കുമെന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. In my opinion, if possible, if you just hold both hands behind your ear, this voice will not keep over you. നല്ല ഭർത്താവും ഭാര്യയും മക്കളെ ഒക്കെ തരും, പക്ഷേ മക്കളെ സുശേഷയിലേക്ക് കൊടുക്കുമോ? God will give you sweet hands and life partner. God will give you sweet children. Are you prepared to offer your children for the ministry of God? ഹന്ന എന്നൊരു സാധു സ്ത്രീ പ്രാർത്ഥിച്ചു, Yeah, woman. ദൈവമേ, എന്റെ വാർദ്ധക്യത്തിൽ എന്നെ അന്വേഷിക്കുവാൻ ഒരു മകനെ തരണേ, ഒരു മകനെ മതി. A poor woman, Hannah, pleaded unto the Lord, O Lord, during my age old, to look after me, give me just one child, one son. ഇങ്ങനെ എത്ര വർഷം പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവുമില്ല. Years together, she was yielding to God, but it is not answered. എന്നാൽ ഒടുവിൽ അവൾ ഇങ്ങനെ ഒരു ഒന്നേ പ്രാർത്ഥിച്ചു. One day, she made another prayer. കർത്താവേ, നിന്നെ ആലയത്തിൽ പുരോഹിതനാക്കുവാൻ എനിക്കൊരു ആൺസന്താനത്തെ തരണമേ, തന്നാൽ ഞാൻ അവനെ നിനക്ക് തന്നിരിക്കും. Oh Lord, give me male seed, in order to make him a priest in your temple, just I will offer him to your sake. വാതുറന്ന പോലെ പ്രാർത്ഥിച്ചില്ല, ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഉടൻ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. She did not articulate audibly, she meditated within, suddenly it was responded. വിവാഹിതരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിവാഹിതരാകുമ്പോൾ സുവിശേഷ വേലയ്ക്കായി സമർപ്പിപ്പാൻ മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ച എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? To the marriage, at the time of the solemnization of marriage, how many decided, if the Lord gives me a child, I will offer to the ministry of God? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ആ വിവാഹ വേദിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, അതാണ് ദൈവത്തിന് ഇഷ്ടം. If not, as we go to that matrimonial stage, just make this decision, this prayer. That's the will of God. വിവാഹം കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് സന്താനഭാഗ്യമില്ലാത്തവരെ അന്നയെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് നോക്കിയാട്ടെ. Years passed by since a prayer, there is no posterity. Make such a prayer as the one done by Hannah, the Lord is going to answer you. എനിക്ക് നല്ല ഒരു കുടുംബം തന്ന് മക്കളും കൊച്ചുമക്കളുമായിട്ട് സന്തുഷ്ടമായ ജീവിതം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരിച്ച് നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനോട് ഒരു മറുപടി കൊടുത്താൽ തീർച്ചയായും ദൈവം മാനിക്കും. When you pray to God, give me a good family, give me children, give me grandchildren, the Lord is expecting something of you. If you just give a proper response, definitely God will fructify it. മറ്റൊരു പ്രാർത്ഥനയാണ്, കർത്താവേ, ആത്മാക്കളെ തരണേ. There is another prayer, O Lord, give me souls. ഈ കൺവെൻഷന് നമ്മുടെ മുഖ്യമായ ഒരു ഭാഗമാണ് ഉപവാസ പ്രാർത്ഥനകൾ. അവിടെ ഭക്ഷണം വെടിഞ്ഞ് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആളുകൾ കഴിക്കൂല, അവിടെ ഇരിക്കുന്നവര് ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കുക, കൺവെൻഷൻ അനുഗ്രഹിക്കണമേ, ആത്മാക്കളെ തരണമേ, ആത്മാക്കളെ തരണം. In our convention, an integral part is fasting prayer hall. People just abdicate their morsel of food, earnestly encourage and pray, tell you, O Lord, give us new souls, add new souls to the assembly. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ദൈവത്തിന് ഒരു ചോദ്യമുണ്ട്. ഞാൻ ആത്മാക്കളെ തരാം, പക്ഷേ മുഖപക്ഷമില്ലാതെ അവരെ സ്വീകരിപ്പാനും സ്നേഹിപ്പാനും ചേർത്തുകൊള്ളുവാനും തയ്യാറാകുമോ? God is ready to provide you new souls, but God lays on one condition. If I give you new souls, without a respect of persons, without a discrimination, without any bias and impartiality, are you able to love and care everybody equally? കമ്മിറ്റിക്കാരുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. ഒത്തിരി നാളുകൊണ്ട് സഭയ്ക്ക് ഒരു വളർച്ചയില്ല. അവസാനം കമ്മിറ്റിക്കാർ തീരുമാനിച്ചു, പിന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കണമല്ലോ, നമുക്ക് നമ്മുടെ പള്ളിയിൽ പുതിയ ആളുകളെയൊക്കെ കിട്ടണം. There's a church which had got the committee, and people prayed for the new souls. No new souls reported. Then they said that we must pray to God for new souls to be added. എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. പിറ്റേ ആഴ്ചയിൽ ഒരു സ്ത്രീ സഭ വന്നു. Anyhow, the prayer is answered. The following Sunday, one woman newcomer reported. അത് അവർക്ക് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു. It was a familiar person. പക്ഷേ ആള് ഒരു അസാൻമാർഗിക ജീവിതം ഇവരെ നയിച്ച ഒരു സ്ത്രീ ഇനിയുള്ള കാലം യേശുവിനായി നന്നാ ജീവിക്കുന്ന ആശയോടുകൂടെ വന്നതായിരുന്നു. Thus far, she had been leading an immoral life. Now she has the desire to lead a moral life. പക്ഷേ ഈ സ്ത്രീയെ ഇഷ്ടപ്പെടാതെ ഓരോരുത്തരും നെറ്റി വിളിച്ചു,
ഇവളോ നമ്മുടെ സഭയിലെ എങ്ങനെയാ ഇവളെ സഭയിൽ ചേർക്കുന്നത്? People not prepared to entertain her. They frowned, telling, "This woman, how can we accept her?" അപ്പോൾ കമ്മിറ്റി വീണ്ടും കൂടി. The committee gathered again. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ആത്മാക്കളെ വേണമെന്ന് പ്രാർത്ഥിച്ച് ഒരു അബദ്ധം പറ്റിപ്പോയി. Last time we prayed, it is an error of judgment on our part. God must give us new souls. എങ്ങനെയുള്ള ആത്മാക്കളെ വേണം നമ്മൾ പറഞ്ഞില്ല. നമ്മളെ പോലെ അന്തസ്സുള്ളതും നമ്മളെ പോലെ മാന്യപര്യാദിയായി ജീവിക്കുന്നവരും പണമുള്ളവരും കുടുംബശ്രദ്ധയുള്ളവരും അങ്ങനെയൊക്കെ നമ്മൾ പറയണം. നമ്മൾ പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇങ്ങനെ ഒരാളാ തന്നിരിക്കുന്നത്, എന്ത് ചെയ്യാം? We didn't pray as to what kind of souls should be added, like educated, like elite, like wealthy, like attractive people. We didn't pray. God has given such a soul. What shall we do? ആത്മാക്കളെ തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആത്മാക്കളെ തരും. പക്ഷേ ദൈവം തരുന്ന ഈ ആത്മാക്കൾ എക്സോർവായി നീ രണ്ടു കൈയും കിട്ടി സ്വീകരിച്ച് അവരെ സ്നേഹിച്ച് അവരെ വഹിച്ച് അവരെ നിന്നെപ്പോലെ ഒരാൾ അംഗീകരിപ്പാൻ നിനക്ക് തീരുമാനമുണ്ടോ? ദൈവം മറുപടി തരും. As you pray for the new souls, the Lord is prepared to give you new souls, but are you prepared to accept them both-handedly, welcoming them? Are you able to treat them without discrimination? Are you able to care for them, have concern for them, and treat them like you? ചെറിയ ഒരു ചാപ്പലില് ഒരു സൺഡേ സ്കൂൾ നടന്നുകൊണ്ടിരുന്നു. In a small chapel, a Sunday school was underway. കുട്ടികൾ അധികമായി വന്നപ്പോൾ ആ സ്ഥലമില്ല. When the numbers multiplied, we were not able to accommodate. കുട്ടികളെല്ലാം മുറ്റത്തായിരുത്തി ആ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. Children were just accommodated on the courtyard and the classes were conducted. ഇത് കണ്ടിട്ട് 8 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനൊരു ഭാരമുണ്ട്. അയ്യോ, എന്നെ പോലുള്ള കുഞ്ഞുങ്ങൾ മുറ്റത്തിരിക്കുന്നല്ലോ, ഈ പള്ളി ഒന്ന് വലുതാക്കാൻ എന്താണ് വഴി ദൈവമേ? On saying this, an 8-year-old girl, she had the urgency in the spirit. Oh, my peers are now on the courtyard. You not just expand the territory. What shall be done, my God? അങ്ങനെ ഇരിക്കവേ പെൺകുട്ടി രോഗബാധിതയായി മരിച്ചു. Meanwhile, she was afflicted with sickness and she died. അവള് മരിച്ച് അവളെ അടക്കാനായിട്ട് വിരോധം ചെന്നപ്പോൾ മാതാപിതാക്കന്മാർ അവളെ വാലറ്റ് എടുത്തുകൊണ്ടുവന്നു. She died, and when the burial was about to be conducted, the parents just bore her. ആ പേഴ്സിനകത്ത് അവളുടെ കൊച്ചു സമ്പാദ്യം, ഒരു കൊച്ചു കുറിപ്പും അതിങ്ങനെയാണ്. 8 പൈസയുണ്ട്, 8 പൈസ അന്നത്തെ കാലത്ത്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പഠിക്കാനായി നമ്മുടെ പള്ളി വലുതാക്കി പണിയാൻ വേണ്ടി ഒരു കുറിപ്പും. They collected all her belongings. A small purse was also there. There 8 coins, 8 pice only was there. A small inscription, "You not expand our building. You have to use this money." അവളുടെ അടക്കാരാധനയിൽ 8 വയസ്സുള്ള ആ കുഞ്ഞിന്റെ ആ സഭിലാഷത്തെ വെളിപ്പെടുത്തി ആ കീറിപ്പറഞ്ഞ ആ പേഴ്സും ഉയർത്തിപ്പിടിച്ച് അന്നത്തെ പുരോഹിതൻ ഒരു സന്ദേശം കൊടുത്തു. At the funeral service, that torn purse was lifted up. The priest delivered a beautiful message at the funeral service. ചുരുക്കത്തിൽ ആ വാർത്ത പത്രത്തിൽ വരികയും അവളുടെ ആ കീറിപ്പഴിഞ്ഞതായ ആ പഴയ വാലറ്റ് ഒരു പണക്കാരൻ 1 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങി. Simply speaking, that message, that news was published in the daily. It was brought not to a rich man. He just bought that torn purse for 1 lakh rupees. പലയിടങ്ങളിൽ നിന്ന് സംഭാവനകൾ വന്ന് ഒരു മനോഹരമായ ഒരു സൺഡേ സ്കൂൾ കെട്ടിടം പണിതു. അത് ആ കുട്ടിയുടെ അഭിലാഷത്തിന് നിറവേറലായി പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തതായി. Contribution, donation from different quarters heaped up, with which they built a beautiful mansion. The Lord answered the Sunday school building about the prayer of the child. ഒരു തീരുമാനം, ആത്മാക്കൾക്ക് ഈ പണം കൊടുത്തില്ലെങ്കിലും കാർ കൊടുത്തില്ലെങ്കിലും ഇനി വണ്ടിയിൽ ഒരു ലിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കാവോ? Perhaps you may not be able to offer money, you may not be able to offer vehicle, but if you are able to offer a lift to the believer, it's good. അതും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ ഒരു യോഗാനന്തരം ഇതുവരെ പരിചയമില്ലാത്തൊരു 8 പേരെ കണ്ടുപിടിച്ച് ഒരു പ്രേക്ഷകരോട് പറയാനുള്ള തീരുമാനമെങ്കിലും എടുക്കാമോ? If you are not able to practice this at the end of the meeting, and you can meet some 8 newcomers, can you shake hands with them and telling praise be to the Lord? ആത്മാക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അന്തരാത്മാവിൽ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ തരാം, ആത്മാക്കളെ തരാം. എന്നാൽ നീ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും? When you offer your prayer to the Lord, give us new souls, with the cowards of the conscience, your voice is bubbling up, I'm ready to give you souls, but how will you manage? How will you treat? How will you handle them? മറ്റൊരു പ്രാർത്ഥനാ വിഷയമാണ്, നല്ല ശുശ്രൂഷകരെ തരണമേ, നല്ല നടത്തിപ്പുകാരെ തരണമേ. On the subject of prayer, give us good ministers, give us good workers. നമ്മൾ ആ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ നല്ല ദൈവസഭയെ പരിപാലിക്കുവാൻ ശുശ്രൂഷകരില്ലാതെ സാധ്യമല്ല. As we heard the testimony
And with a lack of numbers, it's very difficult to handle the church. ഇടയനില്ലാത്ത ആടുകൾ ചെതറിപ്പോകും. ഇടയൻ ശരിയല്ലെങ്കിൽ ആട്ടിൻകൂട്ടം നശിച്ചു പോകും. The flock without a shepherd shall be scattered. Without the proper shepherd, the flocks shall go astray. അരാജകത്വം, ഒരു രാജാവും ഭരണവുമില്ലാത്തത്, അത് അങ്ങനെയുള്ള അത് സഭയ്ക്കും നാടിനും നാശമാണ്. Where there is no king, where there is anarchy, there's not good for the country and the church and the people. ഇസ്രായേലിന്റെ നെടുവുറുപ്പ് സ്വർഗത്തിലെത്തി നിലവിളി കേട്ടു. ദൈവം അവർക്ക് ഏറ്റവും ഉത്തമനായ നടത്തിപ്പുകാരനെ മോശയെ കൊടുത്തു. The sigh and lamentation Israel, where did I reach to heaven? The Lord hearkened to it. The Lord just gave a leader that is mighty, Moses. 106 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ മോശയുടെ മനസ്സിനെ ക്ഷീണിപ്പിച്ചതുകൊണ്ട് അവരുടെ നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു. As we come to Psalm 106, and they made the heart of Moses faint, and therefore he got dispirited. ശുശ്രൂഷകരെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നല്ലേ? ചോദ്യമിതാ തരാം. ശുശ്രൂഷകരോടുകൂടെ നിന്റെ മനോഭാവം പെരുമാറ്റം എങ്ങനെയായിരിക്കും? You are praying, oh Lord, to provide us good leaders and workers. The Lord says, I'm ready to provide. What shall be your attitude, your temperament towards the workers? ശ്രേഷ്ഠമായൊരു സഭ, ഉത്തമനായ ശുശ്രൂഷകൾ, പ്രതിഷ്ഠിക്കപ്പെട്ടവർ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ശുശ്രൂഷകരെ വേണം, തരാം. പക്ഷേ തന്നാൽ നീ അവരോട് എങ്ങനെയായിരിക്കും? The Lord says, I'll give you consecrated, dedicated, sincere, excellent, earnest, understanding workers of God. If you provide, what shall be your attitude towards them? യേശുവിന്റെ ഒരു കരച്ചിൽ എങ്ങനെയാണ്? യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും അതിന്റെ അടുക്കൽ വരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. This is from the cry of Jesus. No, Jerusalem, Jerusalem, you have slain the prophets who come unto them. You practice stones of the people who approach you. അതെ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ ആരായിരുന്നാലും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ എക്സോർവായി നീ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. Whoever comes in the name of God, exorwai, if you are prepared to just tell, hail the one who is coming in the name of the Lord, you cannot meet any more ministry. വലിയ വലിയ ആളുകൾ ഇതൊന്നും കേട്ടില്ല കേട്ടോ, പാവപ്പെട്ടവര് കേട്ടു. അതുകൊണ്ടാണ് യേശു പ്രവേശിക്കുമ്പോൾ സാധാരണക്കാരെ ആളുകൾ തങ്ങളുടെ വസ്ത്രം റോഡിൽ വിരിച്ചു കൊടുത്തിട്ട് യേശുവിന്റെ വാഹനമായ കഴുത മീതം നടങ്ങുവാൻ അനുവദിച്ചുകൊണ്ട് അവർ കുരുത്തോലകൾ പൊക്കിച്ചുകൊണ്ട് കർത്താവ് നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നു, ഞങ്ങൾ നിന്നെ വരവേൽക്കുന്നു. Great people, rich people, mighty people did not hear, rather very poor, impoverished people, he did the same. They prepared to accept the master as a savior. They prepared to cast their garments on the floor. They prepared to give their eyes as a vehicle for the Lord. They say, the Lord who is coming in the name of the Father, let him be blessed. ശുശ്രൂഷകരെ വേണമെന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരാം. പക്ഷേ അത് നടത്തുന്നവരെ എറിയുവാൻ എടുക്കുന്ന കല്ല് താഴെയിടാൻ തീരുമാനിക്കണം. The Lord says, I'm ready to give you workers, but you must put on the stone, you attempt to pelt at the lead. അതെ, നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ വിമർശിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന മെസ്സേജ് ഞാൻ ഒരിക്കലും ഫോർവേഡ് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. You have to make up the mind that hereafter I will not make any spiritual character assassination. I will not make any despised comments against the leaders. നടത്തിപ്പുകാർ ചർച്ചാ വിഷയമാകുന്ന ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുകയില്ല എന്ന് തീരുമാനിക്കണം. Where a subject becomes a leader becomes a subject of controversy, I will not play any role. ഏതോ ഒരു പബ്ലിക്കേഷനിൽ ഞാൻ വായിച്ചു തോർക്കുന്നു, സഭയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന അനീതിയെ ചോദ്യം ചെയ്യുവാൻ ഒരു യൂദായ ആവശ്യമായിരിക്കാം, പക്ഷേ ആ കഥാപാത്രം എനിക്ക് പറ്റിയതല്ല എന്ന് നീ ഒരു തീരുമാനമെടുക്കണം. I read in some publication there is some anarchy and unrighteousness in the congregation. People are prepared to question the same. When Judas is reckoned, please, you must not be that Judas. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ വിധിന്യായത്തെ പുനഃപരിശോധിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. സെഷൻ ജഡ്ജിയുടെ പണിയുമല്ല, അത് നിയമവുമല്ല. The High Court's decision should be reviewed by the Supreme Court. It is not the court or the judge of the Sessions Court. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ 10-40 വർഷമായി ശുശ്രൂഷ നിലനിന്ന് ഇന്ന് ഇത് പറയാൻ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേനെ. Let me tell you, if I just make it frankly, for 40 years I have been doing the ministry of God, I could not have been here. I did a perfect ministry. Before that, I could have gone to eternal abode. ദൈവസഭയിൽ തുടരണമോ, കൃപയിൽ നിലനിൽക്കണമോ, ദൈവരാജ്യത്തിൽ പോകണമോ, ശുശ്രൂഷയിൽ തുടരണമോ, അതെ ഈ ജോലി വേണ്ട, നിനക്ക് തരുന്നവരെ നീ പാലിക്കുക തന്നെ ചെയ്യണം. Should he pursue the ministry of God?
Should he cling on to the voice of God? Should he want to follow the track of God? Just abnegate the profession and so on, and just keep to follow the ministers that God has given you. ശുശ്രൂഷകരില്ലേ അതെ, ശുശ്രൂഷകരെ തരൂ, കൊള്ളാം, തരാം. അവരോടുള്ള ബന്ധത്തിൽ നീ എങ്ങനെയായിരിക്കുമെന്ന ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്ന് മറുപടി കൊടുക്കണം. You are crying, we don't get proper ministers to lead and guide us. The Lord says, I'm ready to provide, but what shall be your fellowship, your attitude, approach with them? Tonight, give a response. If so, God is going to do it. ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുമെങ്കിൽ ദൈവം വലിയ ഉണർവഹിക്കാൻ പോകുകയാണ്. അവൻ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൈവം വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. If you offer a concrete and tangible answer to this question, you are going to behold the glory of God. The Lord is going to raise many new fresh workers. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, എന്നെ ശുദ്ധീകരിച്ച് എന്നെ ഒരുക്കണമേ എന്ന വരവിനായി എന്നെ അങ്ങ് എടുത്തുകൊള്ളണേ ശുദ്ധീകരിച്ച്. Let's start the offer of prayer. Oh Lord, sanctify me and make me ready and take me to thy place. ഒരു ഉത്തമമായ പ്രാർത്ഥനാ വിഷയമാണ്. There's an earnest prayer. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കത്തില്ല കേട്ടോ. All of a sudden, this is not going to materialize. ഇങ്ങനെ തമിഴിലൊരു പാട്ട്, എപ്പിടിയായിനും പരികയിലെ ഏഴ എന്നെ ചേർത്തിടുമേ. There's a Tamil song, Samharadhan, I, the poor being, oh Lord, take me up at thy coming. Somehow it is impossible. Somehow it's impossible. എങ്ങനെയെങ്കിലും ഒന്നും അടക്കപ്പെടാൻ സാധിക്കത്തില്ല, എങ്ങനെയെങ്കിലും ശുദ്ധീകരിക്കപ്പെടാൻ സാധ്യമല്ല. Somehow you cannot be sanctified. Somehow you cannot be taken up. ശുദ്ധീകരണത്തിന് ദൈവത്തിന് വ്യക്തമായ ഒരു പ്രക്രിയയുണ്ട് പ്രിയരെ. For the process of sanctification, God has set a concrete plan. എന്നെ ശുദ്ധീകരിക്കണമേ, വരവിനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മലാഖി 3:3 അവൻ അതേ അടക്കുന്നവന്റെ ചാരവെള്ളം പോലെയും വെള്ളിയും പൊന്നും ശുദ്ധീകരിക്കും, തീയിൽ ഊതിക്കഴിക്കുന്നതിന് പോലെ ഇരുന്നു കൊണ്ട് ശുദ്ധീകരിക്കും. When he said, Lord, sanctify and cleanse me, there is a particular way, as mentioned Malachi chapter 3 verse 3, as it is the one who is just washing you, as it is the water ash with which he will cleanse you. Are you prepared to surrender and yield? ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം എന്നെ ശുദ്ധീകരിക്കാൻ ആരംഭിക്കുമ്പോൾ അതിന് വിധേയപ്പെടാൻ തയ്യാറാണോ? As a response to pray, oh Lord, sanctify me, the Lord starts sanctifying you. Are you prepared to oblige? ആ ഊതിക്കഴിക്കുന്ന തീയിലൂടെ കടന്നു പോകാമോ? Are you prepared to go to the fire that is tried? നിന്ന, രോഗം, വേദന, reproach, pain, agony, കഷ്ടം, നഷ്ടം, അപമാനം, അപവാദം, suffering, level allegations, losses. മനുഷ്യന് കൈവിടും, നാം ഒറ്റയ്ക്കാക്കപ്പെടും. People leave you behind. You'll be isolated. അർഹതയുള്ള നന്മ ലഭിക്കുകയില്ല. You are worthy to have, you will not be given. നിന്റെ സദുദ്ദേശത്തോടുള്ള പ്രവർത്തനങ്ങളെ മറ്റവർ ദുർവ്യാഖ്യാനം ചെയ്യും. The works with the benevolent intention shall be suspected and questioned by others. ചെയ്യുന്ന ഉപകാരത്തിന് മറ്റുള്ളവർ ഒരു നന്ദി വാക്കും ഒരു പുഞ്ചിരി പോലും ലഭിക്കുകയില്ല. The favors you do, they will not respond with a smile or a word of thanks. അതുകൊണ്ട് നിർത്താതെ നീ ചെയ്ത നന്മയെ അവർ തിന്മയായി ചിത്രീകരിക്കും. Therefore they portray your good into evil. എന്തിനാ? ഇതെല്ലാം ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. മനസ്സുണ്ടോ? It is answer to the prayer, Lord, sanctify me. Are you willing? Are you prepared? Are you ready? ഇതിനെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നമ്മളെ ശുദ്ധീകരിക്കും. യേശു വരുമ്പോൾ എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. If you are obliged, prepared to yield to this condition, the Lord shall sanctify you. When he appears, you will be taken up. പ്രാർത്ഥനയിലും പാട്ടിലും എല്ലാം യേശുവേ എന്നെ നിന്നെ പോലാക്കണമേ. എത്ര മധുരതരമായ ഒരു പ്രാർത്ഥനാ വാചകം. Prayer, worship we say, oh Lord, make me like you. Sweet, delicious, mellifluous prayer and song. ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണ് യേശുവേ എനിക്ക് നിന്നെ പോയാൽ മതി, എന്നെ നിന്നെ പോലെയാക്കണം. The perfect, choicest, most sublime prayer, oh Lord, make me like thyself. അതിന്റെ അർത്ഥം യേശുവേ നിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും എനിക്ക് തരണമേ എന്നാണ്. Which means, oh Lord, create all the virtues in me. എന്നാൽ ഇതിന് മറുപടി ലഭിക്കുന്ന വിധം എങ്ങനെയാണെന്ന് കൂടെ അറിയണ്ടേ? In which fashion this is answered? യേശുവേ നിന്നെ വിശുദ്ധീകരിച്ചു തരണമെന്ന് പറയുമ്പോൾ, when you say, oh Lord, give me thy holiness, നിന്റെ വിശുദ്ധി ശോധന ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ദൈവം അനുവദിക്കും. God will allow circumstances in which your holiness shall be refined. അപ്പോൾ പോത്തിഫറിന്റെ ഭാര്യയുടെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട യോസേഫിനെ പോലെ നീ ജയിക്കണം. അതല്ലാതെ ദാവീദിന് മുൻപിൽ
അത് തോറ്റുകൊടുത്തതായ ഊരിയാവിന്റെ ഭാര്യയെ പോലെയായി മാറരുത്. In such a context, like Joseph, who just disappeared from the presence of Potiphar's wife, he must disappear. He must not be like the case of David, who yielded to that infatuation. നിന്റെ താഴ്മ എനിക്ക് തരണമേ. Oh Lord, give me your humility. അങ്ങനെ പറഞ്ഞാൽ കർത്താവ് മറ്റുള്ളവരെ കൊണ്ട് നിന്റെ താഴ്ത്തി കെട്ടും. If that being so, the Lord shall vilify you. മറ്റുള്ളവർ നിന്നെ അപമാനിക്കും, നിന്നെ താഴ്ത്തും, നിന്നെ ഏതുമില്ലായ്മാക്കും. അപ്പോഴാണ് നിന്നിൽ താഴ്മ ഉരുവാകുന്നത്. മനസ്സുണ്ടോ? Others will degrade, disgrace, humiliate, taunt you. Are you prepared to undergo? സഹിഷ്ണുത തരണമേ എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുടെ പാഴ്സലായിട്ട് ഇട്ട് തരികയല്ല, ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണം പൊതിയിട്ട് കൊടുക്കുന്നത് പോലെ വെള്ളപ്പൊക്ക കാലത്ത്. When you pray, oh Lord, give me patience during flood, for helicopters, food packets shall be supplied. Patience will not be supplied like a packets. നിനക്ക് സഹിക്കുവാൻ തക്ക കഷ്ടങ്ങൾ തരും. അത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും വ്യക്തികളിൽ നിന്നും ഒക്കെയായിരിക്കും. For unexpected, undesired, unwarranted quarters, you will have trials and temptations. Will you be patient from there? അപ്പോൾ ആരോടും കയ്പ് തോന്നരുത്. സഹിഷ്ണുത തരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ സഹിഷ്ണുത ഉള്ളവളായി മാറും. You must not be belligerent. You must not be bitter-minded. You are prepared to yield. The Lord shall provide you this patience. യേശുവേ, നിന്റെ സൗമ്യത എനിക്ക് തരണമേ. Oh Lord, give me thy comeliness. എങ്ങനെയാണ് അതിന് മറുപടി കിട്ടുന്നത്? How shall that be responded? ചെവി തുറന്നിരുന്നിട്ടും അതേ ഒരു പൊട്ടനെ പോലെ ആയിരിക്കാൻ, കാഴ്ച ഉണ്ടായിട്ടും ഒരു അന്ധനെ പോലെ ആയിരിക്കാൻ, സംസാരിക്കാൻ നല്ല പ്രാപ്തി ഉണ്ടായിട്ടും ഒരു ഊമനെ പോലെ ആയിരിക്കാൻ സന്നദ്ധനാണെങ്കിൽ അവൻ നിന്റെ സൗമ്യത നിനക്ക് തന്നിരിക്കും. You are able to respond eloquently. You pretend to be a dumb. You are able to act vigorously. You pretend to be weak. You are able to do it adversely. You pretend to be feeble. If you are able to do so, the Lord is going to effect it in your life. നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചില ഉപാധികൾ വെക്കുകയും ചെയ്യും. അതിന് വിധേയപ്പെട്ടാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. When you offer a prayer unto the Lord is asking some questions unto us. If you are prepared to obey the same, yield to the same, the Lord is going to answer it positively. ഒരേ ഒരു പ്രാർത്ഥന വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു. I would like to highlight one more theme of prayer and wrap up my words. ദൈവമേ, എന്നെ സൗഖ്യമാക്കണമേ. Oh Lord, heal me. തീർച്ചയായും ദൈവത്തിന് അതിന് മനസ്സുണ്ട്, അതിന് ശക്തിയുണ്ട്. അവൻ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. Indeed, God is willing. He is able. He will command it. ഈ കൺവെൻഷന് കൊണ്ടുവന്നത് സൗഖ്യം തന്നയക്കാൻ വേണ്ടിയാണ്. It is through this convention God has brought you here in order to heal you. അതിന് വലിയ വരപ്രാപ്തര ആളുകളൊന്നും വേണ്ട. സമർപ്പണം ഉണ്ടെങ്കിൽ അങ്ങ് നടന്നിരിക്കും. No need to have gifted people. Simply if you surrender, if there is a commitment, God will answer. 1-2 വർഷത്തിന് മുൻപ് ഇവിടെ ഒരു വിശ്വാസി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് 6 വർഷം യൂറിൻ കൺട്രോൾ ഇല്ലാതെ ഞാൻ 6 വർഷം പാടുപെട്ടു. പാസ്റ്റർ ഒന്ന് ഊഹിച്ചു നോക്കുകയും എന്റെ ജീവിതം എന്തായിരുന്നെന്ന്. Some years ago, a believer came here and he reported, Pastor, for the past 6 years, I have been suffering from urinary infection. You know what about the turmoil that I undergo? ഡയപ്പറും കെട്ടി നടന്നതാ എന്റെ പാട്. എനിക്ക് വാക്കുകൾ വിവരിക്കാൻ പറ്റില്ല. I put on diaper. I cannot explain the misery that I had been undergoing. കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ മുൻപോട്ട് എന്റെ ഉള്ളിൽ എന്റെ കർത്താവേ 6 വർഷത്തെ ദുരിതം ഒന്ന് തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചു. ഏതോ ഒരു ശുശ്രൂഷ, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞു, കൈ വെച്ചെന്ന് പ്രാർത്ഥിച്ചു വിട്ടു. അന്ന് അത് നിന്നു. At the altar call, I also paid visit. I prayed with the Lord. My sufferings are untolerable. For the past 6 years, it is hellish agony undergo. Simply touch me. One saint of God laid his hand upon me, prayed. That was the end of the tragedy. അതിനുശേഷം വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കൺവെൻഷന് വന്നിരിക്കും. കാരണം എനിക്ക് സുഖം കിട്ടിയ ഒരു കൺവെൻഷനായി. Thereafter, if there is any possibility, I'll regularly attend these convention meetings, because in a convention meeting, I got healed. ചോദ്യം ഇതാണ്, സൗഖ്യം വേണമോ? തരാം. നീ അത് കഴിഞ്ഞ് എങ്ങനെ ജീവിക്കും? This is a question. Or you need a healing, I'm ready to give the same. Thereafter, what shall be your life? സൗഖ്യം വേണമെന്ന് നീ പറയുന്നുണ്ടല്ലോ. നീ ചിലരോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് ക്ഷമിക്കാൻ, അവരോട് ക്ഷമിക്കാൻ തയ്യാറാണോ? You pray, I need a healing, but you build a bitter mindedness in you. Are you prepared to forget the same? വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും നീ മുറിപ്പെടുത്തിയവരോട് നിരവധികം ക്ഷമയോദിക്കാൻ തയ്യാറാണോ? With the words and actions you wounded the feelings of many. And are you prepared to apologize unconditionally? നിരപ്പ് പ്രാപിക്കാൻ നിനക്ക് സന്നദ്ധതയുണ്ടോ? Are you willing to get reconciled with such people? ന്യായമല്ലാത്തത്, അനീതിയായത് നിന്റെ കൈ വന്നത്
അവർക്ക് ചുമ്മാ സ്വത്രം ക്ഷമിക്കണമെന്ന് പറയാതെ ക്ഷമ ചോദിച്ച് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? Unfair, unreasonable wealth came to your hands, and you say that it is sorry without telling sorry. I prepare to restitute. നീ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്തതിനും കടം മേടിച്ചതെങ്കിലും തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? No matter you did not do some philanthropic deeds, at least you must repay what you have borrowed. പുതിയ ജീവിതത്തിന് സമർപ്പണമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ സൗഖ്യമാക്കാം. If there is a commitment for the new life, right now I'll heal you. 38 വർഷം കിടന്ന് സൗഖ്യത്തിന് വേണ്ടി വാഞ്ചിച്ചൊരു മനുഷ്യൻ യേശു അവനെടുക്ക ചെന്നപ്പോൾ യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ട്. A man who had been suffering with a malady for the 38 long years, as he approached Jesus Christ, Jesus asking, are you willing? He replied positively. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, യോഹന്നാൻ 5:14 അവനെ പിന്നെ ആലയത്തിൽ വെച്ച് കണ്ടു. അതാണ് പ്രത്യേകത. John 5:14, the next context, he was seen in the temple. 38 വർഷമായി കിടക്കുകയായിരുന്നുള്ള സുഖം കെട്ടിക്കൊണ്ട് നൂലുമാടിലെ കൊണ്ട് കറങ്ങിയേക്കാൻ നല്ല തീരുമാനിച്ചത് നേരെ ആലയത്തിലേക്ക് പോയി. അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ടതിന്റെ ഉപാധി. 38 long years he had been suffering from that plague. He got healed. He did not went after his own way. Straight away he went to the temple. That is a positive approach you have to build up. സുഖം തരാം, രോഗം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ അത് കഴിഞ്ഞ് നീ എങ്ങനെയായിരിക്കും എന്നൊരു ഉടമ്പടി ചെയ്യുക. Whatever is the sickness, no matter, I'm ready to effect that remedy. Thereafter, what shall be your lifestyle? യേശു പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, ഇനി അധികം തിന്മ വരാതിരിപ്പാൻ ഇനിമേൽ പാപം ചെയ്യുക. Jesus looked at him and said, behold, you have been healed, not to have more evil. Do not commit sin anymore. 1 കൊരിന്ത്യർ 6:20, അതെ, ശരീരം കൊണ്ടും ആത്മാവും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 Corinthians chapter 6:20, with a body and a spirit, magnify the name of God. രോഗസൗഖ്യം കിട്ടിയാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ബലത്തോടും കൂടെ അവനെ സ്നേഹിക്കുക, അവനെ സേവിക്കുക, അവനെ ആരാധിക്കുക. If you get the opportunity, with all your strength, all your mind, with all your spirit, serve unto the Lord, glorify the name of the Lord, worship the Lord, and follow the track of the Lord. അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. If you are prepared to do the same, right now, the Lord is going to heal you. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ നിന്നെ അരികെയുണ്ട്. ഇംഗ്ലീഷ് പാട്ട് പാടില്ലേ, ജീസസ് ഈസ് പാസിംഗ് ബൈ യു. The prayer answering God is come to me. He is standing beside you. In the English song we heard, Jesus is passing through this way. നീ ഇരിക്കുന്നിടത്ത്, നീ നിൽക്കുന്നിടത്ത് എവിടെയായിരിക്കുന്നു, യേശുവിന്റെ അരികിലൂടെ കടന്നു പോകുകയാണോ? വേണോ സൗഖ്യം? വേണോ? ഇപ്പം നിന്നെ തൊടും, നിന്നെ സൗഖ്യമാക്കും. പക്ഷേ സൗഖ്യം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നൂടെ അവനെന്ന് അറിയണം. Wherever you are, where you were sitting, where you were standing, where you were watching, Jesus is passing by this way. He says, I'm ready to answer a prayer, heal you. But after healing, what shall be the style of your life? നീ അവിശ്വസിക്കാതെ ദൈവദാസന്മാരുള്ള വരുന്ന വചനത്തെ സ്വീകരിക്കുക, ഉടനടി മറുപടിയാണ്. Do not become skeptical, rather accept the word of God which comes to the saints of God. Suddenly, there is answer to your prayer. ഒരു വിശ്വാസിനോട് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, തന്നെ 2 കിഡ്നിയും ഫെയിലിയറായി, തന്നെ ഹാർട്ട് പ്രോബ്ലമായി, ശരീരമെല്ലാം നീരുമായി ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയി. A believer testified, both his kidneys failed, he got lungs, a heart problem, and he collapsed altogether and admitted to the hospital. ആഴ്ചയിൽ 2 ഡയാലിസിസ്. Twice in a week he had to undergo dialysis. പേച്ചോരോട്ട് വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് പാസ്റ്റർ. It was informed to the pastor, I have been bedded in the hospital. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇയാൾക്ക് ഒരുപാട് കാശുണ്ടെങ്കിൽ അവിടെ കിടന്നു, ഇല്ലെന്ന് വരികില്ല, നീ അവിടെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലോട്ട് വാ, കർത്താവ് നിന്നെ സുഖമാക്കും. The pastor said, if you are rich enough, remain in the hospital. If you want healing from the Lord, get discharged, straight away come to home, God will command healing. ഇങ്ങനെ സിമ്പിളായി പറഞ്ഞാൽ കേൾക്കുന്ന എത്ര പേരോട് ഇരിപ്പുണ്ട്? If there's a response is given to this congregation, how many will accept? ആ മനുഷ്യൻ, നമ്മളാണെങ്കിൽ ഇവനൊരു പൊട്ടനാണല്ലോ എന്ന് പറയും, പക്ഷെ ആ മനുഷ്യൻ അപ്പോഴേ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലോട്ട് പോയി. If we would say that he's a fool, but that man immediately got discharged, straight away went back to home. ഇന്നും ആരോഗ്യവാനായി താൻ ജീവിക്കുന്നു, ആരാധന ഒന്നും മുടക്കുകയും. You are now hale and hearty, regularly attending the meetings. കർത്താവിന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? What is impossible to God? സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ യേശു നമ്മുടെ നടുവിലുണ്ട്. ഒന്ന് കണ്ണടച്ചിട്ട് എന്ത് തീരുമാനം ഉള്ളിൽ കർത്താവ് പറയുന്നത് ചെയ്താ, ഉള്ളിൽ കർത്താവ് എന്ത് പറയുന്നത് ചെയ്താട്ടെ. In order to answer our prayer, Jesus is moving in the midst right now. Close your eyes,
within the conscience covers the mind, pray unto God as to what is the decision. ഒന്നെങ്കിൽ നീ നിന്റെ ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം. Either you must be faithful to your wife. മകളെ, നീ നിന്റെ ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴടങ്ങി ജീവിക്കണം. My daughter, you must obey, respect, be subjective to your husband. മകളെ, നിന്റെ അപ്പനമ്മമാരെ ദുഃഖിപ്പിക്കുന്ന മതിയാക്കി നീ അവർക്കൊരു ആശ്വാസമായി ജീവിക്കും. Children, stop becoming sorrowful vessels to your parents. Be sources of comfort to them. നീ സഭയിൽ കിടന്ന ഗ്രൂപ്പ് കളിക്കാതെയും ആള് കളിക്കാതെയും നീ ഒന്ന് അടങ്ങി ഒതുങ്ങി അതിന് സ്വർഗത്തിൽ പോയാൽ മതി എന്നോ ജീവിക്കാൻ അങ്ങ് തീരുമാനിക്കാം. As you are in the assembly, do not factionalize, do not give partisan interest. Simply obey yourself and do the will of God. ഭർത്താവിന് ശുശ്രൂഷകരെ ഭരിക്കാനും നിയന്ത്രിക്കാനും തീരുമാനിക്കൊന്നും പോകാതെ പറഞ്ഞു കേട്ട് എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി എന്ന് കീഴ്പ്പെട്ട് ജീവിക്കാൻ അങ്ങ് തീരുമാനിക്കും. Do not attempt to overrule, control, and just make the workers under your control. Just decide to do the will of God and be caught up at the coming of the Lord. എന്താണ് കർത്താവ് പറയുന്നത്? ചെയ്താട്ട് ഇപ്പോൾ സൗഖ്യം ദൈവം തരും. What's directed by the Lord? Obey. Right now, there is healing. നമുക്കവിടെ കണ്ടുകളെ അടയ്ക്കാം. Shall we close our eyes? മുഴങ്കാലിരിക്കാൻ കഴിയുന്ന മുഴങ്കാലിരിക്കട്ടെ. Possible be on the knees. ഓ കസേരകളിരിക്കുന്നവരെന്തുകളെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. Those who are on the chairs, surrender hearts to the presence of God. ഇന്ന് രാത്രി നിന്റെ അപേക്ഷ എന്ത്, നിന്റെ പ്രാർത്ഥന എന്ത്, അവനത് ചെയ്തു തരുവാനായി നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നു. Tonight, what's the prayer? What's the supplication? In order to fulfill it, Jesus has come to മനസ്സിലുള്ള കരുണയുള്ള ഒരു സ്നേഹവാനായ ദൈവം വേറെ ഇല്ല എന്ന യേശുവിനെ പോലെ. Like our Jesus, so ready, so compassionate God, none else in this universe. അവൻ നിന്നോട് സ്നേഹത്തോടെ പറയുന്ന ദൂത് നീ ഏറ്റെടുക്കുമെങ്കിൽ നീ പറയുന്നത് അവൻ സ്നേഹത്തോടെ നിനക്ക് ചെയ്തു തരും. The message that is coming unto you with love, if you are prepared to accept, He is going to fulfill all your requests. പാപം, ശാപം, രോഗം ഇതെല്ലാം ദൈവം നീക്കും. Sin, sickness, curse, everything shall be rolled away. അവൻ ജീവനാൽ നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്. He is going to fill you with His life. ഇതാ ഒരു അഭിഷേകം നിന്നിലേക്ക് വരാൻ പോകുകയാണ്. Behold, an anointing is going to overshadow you. മരിച്ചവരെ പോലെ ഉയർപ്പിക്കാൻ കഴിയുന്ന ആ ശക്തി നിന്റെ ശരീരത്തിലേക്ക് അയച്ച് ഇപ്പൊ തന്നെ നിന്നെ തൊട്ട് വിടുവിക്കാൻ The പോകുകയാണ്. power of resurrection with which that will quicken you from the dead is going to be sent upon you. He is going to revive you. തീരുമാനിക്കുക മാത്രമേ വേണ്ടൂ. Simply decide. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ നീ എങ്ങനെ ജീവിക്കുന്ന ഒരു ഉടമ്പടി ചെയ്താട്ടെ ദൈവം ഇപ്പൊ തന്നെ ഉത്തരം തരും. Make a covenant with the Lord as to what kind of life you will do hereafter. The Lord is going to answer your prayer. ഈ സമയം തന്നെ അവൻ നിന്നെ വിടുവിക്കും, നിന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കും. Right now, He will deliver you. He will fructify all your demands. ഈ പന്തലിലേക്ക് വീട്ടിൽ നിന്ന് വന്നതുപോലെയല്ല നീ വിടുവിക്കപ്പെട്ടവനായി. നോക്കുക, അവളോ അന്നയോട് പറഞ്ഞു, മകളെ, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ, സമാധാനത്തോടെ പോകാം. It is not as if come here, you are going to be blessed doubly. You are going to go back with all kinds of blessings. As the Lord said to her, my daughter, you come here seeking your Lord of Israel. May the Lord fulfill the desire of your heart. മകളെ, നീ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം. My son, my daughter, go back to your home in all peace. ഭൗതിക നന്മകൾക്കായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇതാ തരുന്നു. The Lord is going to give answer to your prayer, my child. വിദ്യാഭ്യാസവും ജോലിയും നല്ലൊരു ഭാവിയും ദൈവം നിനക്ക് തരുന്നു. Education, employment, future the children, God provides everything. കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ഘടകത്തിൽ ദൈവം നിന്നെ വിടുവിക്കുന്നു. Sufferings, torture, vilification, and discrepancy, everything is removed. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, മക്കൾ ദൈവം നിനക്ക് തരുന്നു. The Lord is going to promise a blessed family life, children and ദൈവം നിന്റെ സഭയെ പുതിയ ആത്മാക്കളെ തരാൻ പോകുകയാണ്. The Lord is going to provide new souls into the church. നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് മനസ്സിലത്തിന് ശുശ്രൂഷകരെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. The Lord is going to give you new souls. He is going to multiply number of the workers. അവൻ നിന്നെ സൗഖ്യമാകാൻ പോകുകയാണ്. The Lord is going to command healing. സമർപ്പിച്ചാട്ടെ. Surrender. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. സമർപ്പിച്ചാട്ടെ. Surrender. തീരുമാനം ദൈവം കേൾക്കട്ടെ. May the Lord hear your decision. വലതുകരം ഉയർത്തിപ്പിടിച്ച തീരുമാനം ദൈവത്തോട് പറഞ്ഞാട്ടെ. Come on, lift your hands and confess the decision unto നിന്റെ God. പ്രാർത്ഥന കേട്ട് ഉത്തരം തരാമെന്ന് പറയുന്നവൻ നിന്റെ തീരുമാനം കൂടെ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. The one who hearkens a prayer says, I'll answer you, is inclined to hear your cry and നിന്റെ pray. തീരുമാനവും നിന്റെ വാഗ്ദാനവും ദൈവത്തിന് പ്രസാദമെങ്കിൽ ഉടനടി അതാ
പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും തരികയാണ്. If a decision and a prayer, it is pleasing to God suddenly, He is ready to give you answer. ഇടയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം എത്രയോ ആശ്ചര്യം. ഇടയാകുന്ന എന്നെ സ്നേഹിച്ച് പാട്ട് പാടിയാട്ടെ. സ്നേഹം എത്രയോ ആശ്ചര്യം. എന്റെ ശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ പാപശാപങ്ങൾ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ് ദിനമൊക്കെയോ എന്നെ മാത്രം ഇനി സ്നേഹിക്കും. എന്റെ പ്രാണനാഥനേശുവേ, നിന്റെ പ്രേമം എനിക്ക് കിടണേ. എന്റെ പ്രാണനാഥനേശുവേ, നിന്റെ പ്രേമം എനിക്ക് കിടണേ. എന്റെ ആയുസ് ദിനമൊക്കെയോ എന്റെ